Hello guys, welcome back to our YouTube channel, His and Hers. സോ ഗൈസ്, നമ്മൾ ഇനി പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് പോയത് മാർബിൾ ടെമ്പിളാണ്. അത് പ്രീവിയസ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഈ ബാങ്കോക്ക് സിറ്റിയിൽ തന്നെ ഒത്തിരി ടെമ്പിൾസ് ഉണ്ട് കേട്ടോ. വാട്ട് പോ, വാട്ട് അരുൺ, പിന്നെ ഗ്രാൻഡ് പാലസ്, ഇതൊക്കെ ഒത്തിരി വലുതാണ് ആൻഡ് ഒത്തിരി നടക്കാനും കാണാനുണ്ട്. സ്പെഷ്യലി ഗ്രാൻഡ് പാലസ് വലുതാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോയില്ല, കാരണം എല്ലാം കൂടെ പോയി നമ്മൾ കവർ ചെയ്യാനുള്ള ഒരു ടൈമും ഇല്ലായിരുന്നു. സോ ഇപ്പോൾ എന്തായാലും നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോവാണ്. നമ്മുടെ ഗൈഡ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റംസിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. CCTV ക്യാമറാസ് ഒക്കെ ഒത്തിരി ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം 5500 കിലോഗ്രാം ഗോൾഡ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളോട് ഇവർ പറയുന്നുണ്ട് അകത്ത് കയറി കഴിയുമ്പോഴത്തേന് വീഡിയോ ഒന്നും എടുക്കരുതെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി അവിടെ എവിടെയൊക്കെ ഞങ്ങൾക്ക് പറ്റിയത് മാത്രം ഞങ്ങൾ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. അല്ലാതെ ഉള്ളിൽ നമുക്ക് അധികം അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു. ഗൈസ്, ഞാനൊരു സത്യം പറയട്ടെ, നല്ല ചൂടായിരുന്നു. ഹ്യൂമിഡിറ്റി ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് നമ്മൾ വരുന്നതല്ലേ ഒരു സ്ഥലത്ത്, അപ്പോൾ നമ്മൾ എത്ര ചൂടുണ്ടെങ്കിലും ഇവിടെയൊക്കെ കണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഞങ്ങൾ ആ ചൂടൊക്കെ പിടിച്ചു നിന്നത്. കണ്ടോ, ഞാൻ റീൽ എടുക്കാമെന്നൊക്കെ ഓർത്ത് എന്തോ ചെയ്യുന്നു. എന്താ ചെയ്യുന്നതെന്ന് എനിക്കും അറിയത്തില്ല, വീഡിയോ എടുത്ത അജയ് ചാച്ചനും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഞാൻ അവിടുത്തെ ആ കിളികിലിയൊക്കെ എണ്ണുമായിരുന്നെന്ന് തോന്നുന്നു. ആവോ എന്താണോ എന്തോ. സോ ഇനി നമ്മൾ ടെമ്പിളിനുള്ളിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ കാണാൻ പോകുന്നതാണ് ഗോൾഡൻ ബുദ്ധ സ്റ്റാച്യു. ഈ സ്റ്റാച്യു ഉണ്ടാക്കിയിരിക്കുന്നത് 5500 കിലോഗ്രാം ഗോൾഡ് കൊണ്ടാണെന്ന് ഇനീഷ്യലി പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പണ്ട് ഇത് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഗോൾഡൻ സ്റ്റാച്യുവിൻ്റെ മുകളിൽ സ്റ്റക്കോ എന്ന് പറഞ്ഞ മെറ്റീരിയലും കളേർഡ് ഗ്ലാസും ചേർത്ത് ഈ ഒരു ഗോൾഡൻ സ്റ്റാച്യു ഫുൾ കവർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഈ കള്ളന്മാരുടെ ശല്യവും ഇത് മോഷണം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിരുന്നത്. പിന്നെ 1995 ഇത് റീലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് താഴെ വീണ് ആ സമയത്ത് പ്ലാസ്റ്ററിങ് ഇളകുകയും ഗോൾഡ് റിവീൽ ചെയ്യുകയും ചെയ്തു. യെസ് ഗൈസ്, സോ ഇതാണ് ഗോൾഡൻ ബുദ്ധ. ഈ ഗോൾഡൻ ടെമ്പിളിനോട് ചേർന്നൊരു കുട്ടി ടെമ്പിൾ ഉണ്ട്, അതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് നിങ്ങൾക്ക് കാണാം കുറേ സ്റ്റാച്യൂസ് ഉണ്ട് ബുദ്ധന്മാരുടെ. അതിലൊന്നാണ് റിക്ലൈനിങ് ബുദ്ധ. ഇതാ ഈ ബുദ്ധ. ഈ ബുദ്ധയുടെ തന്നെ ഒരു വലിയൊരു സ്റ്റാച്യു ഉള്ള ഒരു ടെമ്പിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കുട്ടി ടെമ്പിളിൻ്റെ അകത്ത് കയറി. അവിടെ ഒരു ബുദ്ധയുണ്ട്. ആ ബുദ്ധയുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ വേറൊരു കാര്യം നോട്ടീസ് ചെയ്തായിരുന്നേ. അതൊരു പൂവാണ്, ലൈക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതിലെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പൈസ ഇങ്ങനെ വെച്ചിട്ട് അതിലോട്ട് കണ്ടോ കുത്തി ഇങ്ങനെ വെക്കും. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ഓഫർട്ടറി ഒരു വേ ആണെന്ന് തോന്നുന്നു. എന്താ അല്ലേ, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ ആചാരങ്ങളും ഓരോ രീതിയും ഒക്കെ. ഇറ്റ്സ് ഗുഡ് ടു നോ. ശരിക്കും നമ്മളിങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു രസം നമുക്ക് മനസ്സിലാവുന്നത്. എനിവേസ്, ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്, ഫ്രം ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ. അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് us signing out. Ta-ta. Bye bye.